ഇത് ശരിക്കും OTT-യിലല്ല തിയേറ്ററിൽ ഇറക്കേണ്ട പടമായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ദ ലോസ്റ്റ് ബസ് പോൾ ഗ്രീൻഗ്രാസ് സംവിധാനം ചെയ്ത് മാത്യു മെക്കനഹോയ് നായകനായി ആപ്പിൾ TV+ൽ പുതുതായിട്ട് റിലീസായ ഈ ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കാലിഫോർണിയയിൽ 2018 ഒരു ചെറിയ ടൗണിൽ ഇലക്ട്രിസിറ്റി കേബിൾ ഫെയിലിയർ മൂലമുണ്ടാകുന്ന ഒരു വലിയ അഗ്നിബാധയും അതിൽ നിന്ന് ഒരു സ്കൂൾ ബസ് നിറയെ കുട്ടികളുമായിട്ട് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന കെവിൻ എന്ന ഡ്രൈവറിന്റെയും മേരി എന്ന ടീച്ചറിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. 2018 നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഈ പടത്തിന്റേത്. 85 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നു ഇത്. ഈ സംഭവം ഒരു കിടിലൻ സർവൈവൽ ത്രില്ലറായിട്ട് ഒരുക്കിയിരിക്കുകയാണ് സംവിധായകൻ പോൾ ഗ്രീൻഗ്രാസും സംഘവും. പടം വളരെ എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, നിങ്ങൾ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കില്ല. ഇന്റൻസും ടെൻഷൻ ബിൽഡിംഗുമാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ പെട്ടുപോയ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുമുണ്ട്. നായകനും ടീച്ചർക്കും ആ കുട്ടികൾക്കും ഒന്നും സംഭവിക്കരുതേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. സോ പടം ഇമോഷണലി നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്നുമുണ്ട്. ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവുകളാണ്. നല്ല പെർഫോമൻസുകളും പടത്തിന്റെ കരുത്ത് തന്നെയാണ്. നായകൻ കെവിനായിട്ട് മാത്യു മെക്കനഹോയ് വളരെ മികച്ച സിൻസിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ഹഗ്ഗിംഗ് സീൻ ഈ സിനിമയിലുണ്ട്. ഒപ്പം മേരി എന്ന ടീച്ചറായിട്ട് വന്ന അമേരിക്ക ഫെറാറ എന്ന നടിയുടെ പ്രകടനവും എടുത്ത് തന്നെ പറയണം. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടത്തുന്ന സ്ട്രഗിളുകൾ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് രണ്ടുപേരും അവതരിപ്പിച്ചിട്ടുള്ളത്. ബസ് ഡിപ്പോ ഡയറക്ടറായിട്ട് വന്ന ആഷ്ലി അറ്റ്കിൻസൺ, പിന്നെ സിനിമയിലെ 22 ബാലതാരങ്ങളും എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നായകൻ മാത്യു മെക്കനഹോയുടെ അമ്മയും മകനുമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിയുടെ ശരിക്കുമുള്ള അമ്മയും മകനുമാണ് എന്നുള്ളതാണ്. ടെക്നിക്കലിയും പടം ബ്രില്യന്റ് ആണെന്ന് പറയാം. പടത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാം. കിടു സൗണ്ട് ഡിസൈൻ ആണ് പടത്തിനുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണാൻ കഴിയുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. VFX പടത്തിന്റെ ഡീസന്റ് ആണ്. മൊത്തത്തിൽ പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി മികച്ചതാണ്. ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഒരിടത്ത് നട്ടുച്ചയും വേറെടുത്ത് കൂരിരുട്ട് നല്ല രാത്രി പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയെങ്കിലും തീയുടെ ഉള്ളിലായതുകൊണ്ടാണ്, അതായത് ചുറ്റും പുകമറ ആയതുകൊണ്ടാണ് ഇരുട്ട് എന്നുള്ളത് പിന്നീട് ക്ലിയർ ആവുകയായിരുന്നു. അത് കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഈ സിനിമയിൽ അങ്ങനെ വലിയ നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടെൻഷൻ അടിച്ച് തന്നെ കണ്ട ഒരു സിനിമയാണ്. സോ മൊത്തത്തിൽ ഒരു മികച്ച സർവൈവൽ ഡിസാസ്റ്റർ ത്രില്ലർ ആണെന്ന് പറയാം. എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവരെ പടം തൃപ്തിപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ പടം റെക്കമെൻഡ് ചെയ്യുകയുമാണ്. പടം ആപ്പിൾ TV+ൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. ഇംഗ്ലീഷിൽ മാത്രമേ പടം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹിന്ദി, തമിഴ്, മലയാളം അങ്ങനെ റീജിയണൽ ഭാഷകളിലൊന്നും പടം ഡബ്ബിംഗ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.